നമസ്കാരം സുഹൃത്തുക്കളെ, ടുഡേ ഫ്രഷ് മീഡിയയുടെ വ്യത്യസ്തമായ കാസർഗോഡൻ കാഴ്ചകളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. എൻ്റെ ഇന്നത്തെ യാത്രയിൽ ഒരു അതിഥി കൂടിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കൈസർ എന്ന വിളിപ്പേരുള്ള ഞങ്ങളുടെ സ്വന്തം അപ്പുക്കുട്ടൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡിൻ്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പൊസടികുമ്പ എന്ന ഒരു കുഞ്ഞൻ മലയാണ്. കുഞ്ഞൻ മല എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു മലയാണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുന്നു. കാസർഗോഡിൻ്റെ ഊട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് നട്ടുച്ച നേരത്താണ്. മഞ്ഞ് പെയ്യുന്നതും അതുപോലെ തന്നെ ചാറ്റൽ മഴയും ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചിട്ടില്ല. അതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാഴ്ചകൾ കാണാൻ സമയം കിട്ടിയപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ പുറപ്പെടുകയായിരുന്നു. കാസർഗോഡ് നിന്നും സീതാങ്കുളി, അങ്കടിമുഗർ, പെർമുദ കഴിഞ്ഞാൽ പൊസടികുമ്പ എത്തി. പൊസടികുമ്പ എന്ന് പറയുമ്പോൾ പുതിയ കുന്ന് എന്നാണ് അർത്ഥം. പൊസടികുമ്പ എന്ന വാക്ക് തുളു വാക്കാണ്. നല്ല ബൈനോക്കുലറും ഉണ്ട് 5000 അടിയിൽ. റോഡിൽ നിന്നും 1 കിലോമീറ്റർ കുത്തനെയുള്ള മല കയറി വേണം പൊസടികുമ്പയുടെ മുകൾ വശത്തെത്താൻ. എത്തിയാൽ ആകാശം തൊട്ടടുത്ത് കൈയെത്തും ദൂരത്തിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പുക്കുട്ടനെ ചങ്ങലക്കിട്ടാണ് ഞങ്ങൾ മല കയറാൻ തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷവാനായി അവൻ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു കുഴപ്പവുമില്ല ചാച്ചേ, ഞാനും നിങ്ങളുടെ ഒപ്പം വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങലയിൽ നിന്ന് ഞങ്ങൾ അവനെ സ്വതന്ത്രനാക്കി വിട്ടു. അവൻ വളരെ ഹാപ്പിയായി ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ തുടങ്ങി. നട്ടുച്ച നേരം, വെയിലിൻ്റെ കഠിനമായ ചൂട്. പകുതി വഴി വെച്ച് യാത്ര അവസാനിപ്പിച്ചാലോ എന്നാലോചിച്ചു. പക്ഷേ ഈ വഴി ഇതൊക്കെ എത്ര നിസ്സാരമെന്ന മട്ടിൽ അപ്പുക്കുട്ടൻ്റെ പോക്ക് കാണുമ്പോൾ നമുക്കും തിരിച്ചു പോരാൻ തോന്നിയില്ല. ഒടുവിൽ ഞങ്ങൾ ഈ പൊസടികുമ്പ കീഴടക്കി. പൊസടികുമ്പയുടെ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു. ഒരു സൈഡിൽ അറബിക്കടൽ, മറ്റൊരു സൈഡിൽ മംഗലാപുരം, അതുപോലെ തെക്കോട്ട് നോക്കിയാൽ ചിക്കമംഗളൂർ. മനോഹരമായ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പൊസടികുമ്പ. ഞങ്ങൾ മല ഇറങ്ങാൻ തീരുമാനിച്ചു.
മഴക്കാലത്താണ് പൊഫഡിഗുംബ അതിസുന്ദരിയാകുന്നത്. മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും എല്ലാം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നല്ല ഒരു അനുഭൂതി തന്നെ പൊഫഡിഗുംബ നമുക്ക് നൽകും. രാവിലെയും വൈകിട്ടുമായി ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാവിലെ സൂര്യൻ്റെ ഉദയം നല്ല രീതിയിൽ പൊഫഡിഗുംബയുടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ട്രക്കിങ്ങിനും മറ്റുമായി ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിലും എത്തിച്ചേരുന്നുണ്ട്. ക്യാമ്പിംഗ് അതുപോലെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല. ഗവൺമെൻറ്റോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തൊട്ടടുത്ത് വെള്ളം അതുപോലെ കുടിക്കുവാനുള്ള അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ മലയിറങ്ങി റോഡിലെത്താറായി. എല്ലാവരും ഹാപ്പിയായി. നട്ടുച്ച നേരത്താണ് ഞങ്ങൾ മല കയറാൻ വന്നതെങ്കിലും വളരെ സന്തോഷം തോന്നിയ ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് അപ്പുക്കുട്ടന് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവം തന്നെയായിരിക്കും അത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, യാത്രകളും. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.